ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രയോട് ഭാമ പറയാണ്, ഏതോ ഒരു വലിയ സ്വാമിയാണെന്ന് തോന്നുന്നു ശയനപ്രദക്ഷിണം നടത്തുന്നത്. എല്ലാവരും അദ്ദേഹത്തിന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നത് കണ്ടില്ലേ? വാ, നമുക്ക് പോയി അനുഗ്രഹം വാങ്ങിക്കാം. അപ്പോഴൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്, എന്തിനാടി, ഞാനില്ല, അതൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഭാമ പറയാണ്, അതിനെന്താ, അനുഗ്രഹം വാങ്ങിക്കാനല്ലേ, വാ എന്നും പറഞ്ഞ് ചന്ദ്രയെ കൂട്ടിക്കൊണ്ട് പോവാണ്. പക്ഷേ ഭാമ പോവാതെ ആദ്യം തന്നെ ചന്ദ്രയാണ് പറഞ്ഞു വിടുന്നത്. ചന്ദ്ര നേരെ പോയിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാല് തൊട്ട് തൊഴുതതും മുഖം നോക്കിയതും ശരിക്കും ചന്ദ്ര ഞെട്ടിപ്പോവാണ്. അത് അവർ കാശ് കൊടുക്കാനുണ്ടായിരുന്ന ഫിനാൻസറായിരുന്നു. ശരിക്കും അവർ കണ്ണ് തള്ളിപ്പോവാണ്. വേഗം ഭാമയോട് പറയാണ്, അയ്യോ ഭാമ ഓടിക്കോ. പക്ഷെ അപ്പോഴേക്കും അയാൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അയാൾ വിളിക്കുന്നുണ്ട് പിന്നീന്ന്, ഏയ് ചന്ദ്രേ. പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ ഭാമയെയും കൂട്ടിയിട്ട് വേഗം ചന്ദ്ര അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ശയന പ്രദക്ഷിണ നിർത്തിയിട്ട് അവർക്ക് പിന്നാലെ പോവാണ്. അതേസമയം സച്ചിൻ രേവതിയും വന്നിട്ട് ഉരുളുന്ന എല്ലാ സ്ഥലത്തും, സച്ചിയുടെ ഭാഷയെ പറഞ്ഞ ഉരുളുന്ന, ശയന പ്രദക്ഷിണ നടത്തുന്ന എല്ലാ സ്ഥലത്തും നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയും അയാളെ കാണുന്നില്ല. അപ്പം സച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞാണ്, എന്നാലും അയാളെ കാണുന്നില്ലല്ലോ. അപ്പം രേവതി സംശയത്തോടെ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അയാൾ ഇന്ന് വന്ന് കാണില്ല. ഏയ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മാസവും 1-ാം തീയതി ആയിക്കഴിഞ്ഞാൽ അയാൾ എന്തായാലും ഇവിടെ വരും. നീ വാ, നമുക്ക് നോക്കാം. അപ്പോഴേക്കും ചന്ദ്രയും ഭാമയും കൂടെ ഓടി വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാമ ദേഷ്യത്തോടെ പറയാണ്, ചന്ദ്രേ നീ എന്തേ കാണിക്കുന്നേ, നീ എന്തിനാ ഇപ്പം എന്നെ പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് ഓടിയത്? അയാൾ ആരാ നിനക്ക് മനസ്സിലായോ? ഇല്ല, ഏതോ സ്വാമിയല്ലേ. സ്വാമിയല്ല, ആസാമിയാ. ആസാമി എന്തിനാ ഇവിടെ വന്നിട്ട് ശയന പ്രദക്ഷിണം നടത്തുന്നേ? ഭാമ സംശയത്തോട് ചോദിക്കുകയാണ്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, ഓ ഈ ക്ഷേത്രത്തിന്റെ പേരങ്ങ് ആസാമിലും എത്തിയോ? നിന്റെ തലമണ്ടയ്ക്ക് ഞാനൊന്ന് തന്നാലുണ്ടല്ലോ. എടീ, നമ്മൾ ആധാരം പണയം വെച്ച ഫിനാൻസറാ അത്. അയ്യോ, അയാളായിരുന്നോ? ഭാമയും ഞെട്ടുകയാണ്. അതെ, ഞാൻ ഈ മാസത്തെ പലിശ അടച്ചിട്ടില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ കാശുമില്ല. അയാൾ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? നാണം കെടുത്തില്ലേ അയാള്? അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് എത്തി. രവി തൊഴുതുന്നുണ്ടായിരുന്നു. അത് ചന്ദ്ര ആദ്യം തന്നെ കാണാണ്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, ഇതേ നോക്ക്, രവിയേട്ടനും വന്നു. രവിയേട്ടന്റെ മുന്നിൽ വെച്ച് അയാൾ കാശ് ചോദിച്ചാൽ ഞാൻ പെടില്ലേ ഭാമേ? ആധാരം പണയപ്പെടുത്തിയ വിവരം രവിയേട്ടൻ എങ്ങനെ അറിഞ്ഞ? എല്ലാം തീർന്നു. അപ്പൊ ഭാമ പറയുന്നുണ്ട്, ചന്ദ്ര നീ ടെൻഷൻ അടിക്കാതെ, രവിയേട്ടനൊന്നും അറിയാൻ പോകുന്നില്ല. ശയന പ്രദക്ഷിണം നടത്തുന്നോണ്ടേ ഫിനാൻസിയർ ഉടനെ ഒന്നും എഴുന്നേറ്റ് വരില്ല. നീ ധൈര്യമായിട്ടിരിക്ക്. വരില്ലല്ലോ അല്ലേ? ചന്ദ്ര വീണ്ടും ചോദിക്കുകയാണ്. നീ ധൈര്യമായിട്ടിരിക്ക്, വരില്ല. അപ്പോഴേക്കും ഫിനാൻസിൽ വരുന്നത് ചന്ദ്ര കാണുകയാണ്. ഈശ്വര, അയാളിതാ വരുന്നു. അപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ചന്ദ്ര നീ പേടിക്കാതെ, നമുക്ക് അയാളോട് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ, നീ വിട്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഭാമയുടെ കൈ തട്ടി മാറ്റിയിട്ട് ചന്ദ്ര അവിടെ ഓടുകയാണ്. അപ്പോഴേക്കും ഫിനാൻസർ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏയ് എന്ന് അയാൾ വിളിക്കുമ്പോഴേക്കും ചന്ദ്ര ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഭാമയാണെങ്കിൽ അയാളെ മുന്നിൽ പെടുകയും ചെയ്ത്. അയാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഭാമ ഇത്? അവരെന്താ എന്നെ കാണുമ്പോൾ ഓടുന്നത്? നാണുണ്ടോ അവർക്ക്? ദേ, താൻ പറഞ്ഞിട്ടാ ഞാൻ അവർക്ക് കാശ് കൊടുത്തേ. ഈ മാസത്തെ പലിശ അടക്കേണ്ട സമയം കഴിഞ്ഞു. ആദ്യ അടവ് തന്നെ ഇങ്ങനെയായാലോ? അത് പിന്നെ തരും, പലിശ തരും. അപ്പം അയാൾ ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എപ്പം തരും? ബാമേ, നീയാണ് ജാമ്യം ഒപ്പിട്ടത്, നീ കുടുങ്ങും, നിനക്കറിയാലോ എന്നെ. എന്നെ കബളിപ്പിച്ച് എവിടെ വരെ ഓടും നിങ്ങൾ? അപ്പം ബാമ പറയുന്നുണ്ട്, അവളുടെ ഭർത്താവും മക്കളും മരുമക്കളും ഒന്നും അറിയാതെയാണ് അവൾ ആധാരം പണയം വെച്ചത്. ഓ, ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, പ്രശ്നം ഉണ്ടാക്കി അയാളെ ഒന്നും അറിയിക്കരുത്, ബാമ അപേക്ഷിക്കുകയാണ്. ഓ അത് ശരി, അപ്പൊ വീട്ടിലറിയാതെയാണ് ആധാരം പണയപ്പെടുത്തിയത് അല്ലേ? അയാൾ ദേഷ്യത്തോട് ചോദിക്കുകയാണ്. അത് തെറ്റാണ്. ഞാൻ പലിശയ്ക്ക് കാശ് കൊടുക്കുന്നവനാണെങ്കിലും നേർവഴി തെറ്റി കളിക്കില്ല. അതറിയാം, ബാമ പറയുന്നുണ്ട്. നാളെ അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ ഞാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. നാളെ അവരുടെ ഭർത്താവും മക്കളും ഓഫീസിൽ വന്ന് ഒപ്പിടണം. ഈ മാസത്തെ പലിശയും തരണം. അപ്പോഴേക്കും ബാമ പേടിക്കുകയാണ്. അയ്യോ, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ബാമേ, നീ പോയിട്ട് ചന്ദ്രമതിയെ കൂട്ടിയിട്ട് വാ. അപ്പോഴേക്കും ബാമ പേടിച്ചിട്ട് ഓടുകയാണ്. ബാമ ചന്ദ്രയെ തേടി നടക്കുകയാണ്. പക്ഷെ ചന്ദ്രയെ എവിടെയും കാണുന്നില്ല. ചന്ദ്ര ഇവിടെ എവിടെ പോയി എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അവസാനം ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അവരോട് പോയിട്ട് പറയുന്നുണ്ട്, ചന്ദ്രയെ നീ ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട കാര്യം എന്താ? നീ ഇങ്ങ് വന്നേ. അപ്പോൾ ചന്ദ്ര പേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ബാമേ അയാൾ എന്താ പറഞ്ഞ? അയാൾ പോയോ? നീ വാ ചന്ദ്രേ. ബാമ പേടിയോടെ പറയാണ്. പക്ഷെ അപ്പോഴേക്കും ആ ഫിനാൻസർ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പെട്ടു എന്നുള്ളത് ചന്ദ്രക്ക് മനസ്സിലായി. അപ്പോഴേക്കും അയാൾ മുന്നിൽ വന്ന് നിന്നപ്പോഴേക്കും ബാമ പേടിയോടെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെയും കൂട്ടി വരികയായിരുന്നു സ്വാമി. അല്ല, നിങ്ങളെന്താ ഇങ്ങോട്ടേക്ക് വന്നേ? എന്താ ചന്ദ്രേ, നിങ്ങളെന്നെ കളിപ്പിക്കുക? അയ്യോ അങ്ങനെയൊന്നുമില്ല, ചന്ദ്ര പേടിയോടെ പറയാണ്. ഓ, വീട്ടുകാരറിയാതെയാണ് ആധാരം പണയം വെച്ചത് അല്ലേ? അപ്പോൾ ചന്ദ്ര ദേഷ്യത്തോടെ ബാമയെ നോക്കുകയാണ്. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, അല്ല അവരെന്തിനറിയണം? വീട് എൻ്റെ പേരിലേ ഇരിക്കുന്നേ, എൻ്റെ ഭർത്താവിൻ്റെ പേര് വെറുതെ അതിൽ എഴുതിയതാ. അപ്പോൾ അയാൾ പരിഹാസത്തോടെ പറയാണ്, എന്നോട് വിളച്ചിലെടുക്കരുതേ. ഭർത്താവിനെയും മക്കളെയും കൂട്ടി മര്യാദയ്ക്ക് എൻ്റെ ഓഫീസിൽ വരണം. എന്നിട്ട് എല്ലാവരും ഒപ്പിടണം. ഈ മാസത്തെ പലിശയും തരണം. ചന്ദ്ര ശരിക്കും ഞെട്ടുകയാണ്. അപ്പം അയാൾ പറയാണ്, പിന്നീട് അവരിൽ ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ മതി. എനിക്ക് കിട്ടേണ്ടത് കിട്ടാൻ വൈകും. കോടതി കയറി ഇറങ്ങണ്ടേ? അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവരെയും കൂട്ടി വന്ന് ഒപ്പിടിക്ക്. അപ്പം ചന്ദ്ര ഒരു സൂത്രത്തിൽ പറയാണ്, അല്ല ഇന്ന് അവർക്ക് വരാൻ പറ്റില്ല. എങ്കിലേ നാളെ അവരെയും കൂട്ടി വരണം. വരുമ്പോഴേ പലിശ കൊണ്ടുവരാൻ മറക്കണ്ട. ചന്ദ്ര ശരിക്കും വെട്ടിലായി. അപ്പം അയാൾ പറയുന്നുണ്ട്, വന്നില്ലെങ്കിലേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും.
അവിടെ പാ വിരിച്ചിട്ട് കിടക്കും. ഭാമയെ നിന്റെ വീട്ടിലും വരും. അയാൾ ഭാമയോടും പറയാണ്, ജാമ്യം നിന്നതേ നീയാ, അറിയാലോ എന്നെ. ഭാമ അപ്പോഴേക്കും ശരിക്കും പേടിക്കുകയാണ്. കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ വലിയ നഷ്ടം രണ്ടുപേർക്കും ഉണ്ടാവും, തെരുവിൽ ഇറങ്ങേണ്ടി വരും. അയാൾ വാണിംഗ് കൊടുക്കുകയാണ്. ഭാമയും ചന്ദ്ര ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അയാൾ അവിടുന്ന് പോവുകയാണ്. അപ്പോഴാണ് ഭാമയ്ക്ക് സ്ഥലകാല ബോധം ഉണ്ടാവുന്നത്. അയ്യോ, എൻ്റെ വീടും പോവുമല്ലോ ചന്ദ്രേ. അവർ ദേഷ്യത്തോടെ വിളിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഈ ലോകത്തിലൊന്നല്ല ഉള്ളത്. അവർ കുഴഞ്ഞ് അവിടെ ഇരുന്ന് പോവുകയാണ്. അതേസമയം രവി ഇവരെ രണ്ടുപേരെയും തപ്പി ഇറങ്ങിയാണ്. ചന്ദ്ര ഇതെവിടെയാണ് പോകുന്നത്, കാണുന്നില്ലല്ലോ എന്നൊക്കെ അയാൾ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്. അതേസമയം പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാമ, എൻ്റെ വീടും പോയി, മാനവും പോയി, എല്ലാം എല്ലാം പോയി. അവരിങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ വീട്, അയ്യോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ രവി ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ ചന്ദ്ര ഭാമയെ നോക്കിയിരിക്കുകയാണ്. ഭാമയാണെങ്കിൽ ഓരോ പിച്ചുമ്പയും പറഞ്ഞ് പുലമ്പി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തോ ഒരു എന്താ പറയുക, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രവിക്ക് മനസ്സിലായി. ചന്ദ്ര രവിയെ കണ്ടപ്പോൾ തന്നെ ഭാമയ്ക്ക് വാണിംഗ് കൊടുക്കുകയാണ്, ഭാമേ രവിയേട്ടൻ. അപ്പോഴേക്കും ചന്ദ്ര ഭാമ ഇതൊന്നും മനസ്സിലാവാതെ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം, എന്താ ഭാമേ, എന്തു പറ്റി? പോയി, എല്ലാം പോയി. അവർ രവിക്ക് മുന്നിലും കരയാണ്. ഞാൻ തെരുവിലിറങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പിച്ചുമ്പയും പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, ഭാമേ മിണ്ടാതിരിക്കേ. അപ്പം രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, ഇവർക്ക് എന്താ പറ്റിയത്? അപ്പോൾ ചന്ദ്ര സ്വതസിദ്ധമായ രീതിയിൽ പറയാണ്, പെട്ടെന്ന് ബാധ കയറിയതാ, ഇപ്പോൾ പോയി, പെട്ടെന്നെല്ലാം പോയി. അപ്പോൾ രവി കളിയാക്കി ചോദിക്കുന്നുണ്ട്, നീ അടുത്ത് നിന്നപ്പോൾ വേറൊരു ബാധ കയറാനോ? അത് ചന്ദ്രക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവർ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വേണ്ട. എന്നിട്ട് ഭാമയെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഓക്കെ അല്ലേ? ഓക്കെ ആവണം, ഇനി നീ മിണ്ടരുത്. ഭാമക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ രവി വീണ്ടും ചോദിക്കുന്നുണ്ട്, ചന്ദ്ര എന്താ പ്രശ്നം? എന്തൊക്കെയാ നീ പറയുന്നേ? ഏയ് ഒരു പ്രശ്നവും ഇല്ല. എന്താ നിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? അത് വെയിൽ കൊണ്ടിട്ടാ? രവിയേട്ടൻ തൊഴുതോ? ഞാൻ തൊഴുതു. അല്ല ശ്രുതിയും ശ്രുതിയും എവിടെ? അവരവിടെ കാണും. അപ്പോഴേക്കും അയാൾ അങ്ങോട്ടേക്ക് പോവാണ്. രവി പോയതിന് പിന്നാലെ ചന്ദ്ര ഭാമയോട് പറയുന്നുണ്ട്, എന്താടി ഇത്, ഇനി എന്ത് ചെയ്യും ചന്ദ്രേ? ചന്ദ്രയ്ക്ക് ഒരു ഉത്തരമില്ലായിരുന്നു. അതേസമയം ഫിനാൻസർ വീണ്ടും ശയനപ്രദർശനം തുടർന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ വന്നിട്ട് വീണ്ടും പൈസ കൊടുത്തിട്ട് അയാളോട് ഇത്ര കുറവുണ്ട്, ബാക്കി പിന്നീട് തരാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ അയാൾ അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി പിന്നീട് തന്നാൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി അയാളെ കാണുന്നുണ്ട്. അപ്പോൾ സച്ചി പറഞ്ഞു കൊടുക്കണം, ദാ ആള്. അങ്ങനെ രേവതിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ രേവതി വീണ്ടും പോയെടുത്ത് വീണ്ടും വന്ന് തിരിച്ചു ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എവിടെ പോയി എന്നാണ് പറയേണ്ടത്? എവിടെയെങ്കിലും പറ. അതല്ല, നിങ്ങൾ നേരത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നോ? മൈസൂർ എന്ന് പറ. ശരി. അത് കഴിഞ്ഞ് വീണ്ടും പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് ചോദിക്കുകയാണ്, അല്ല എത്ര ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറയണം? നിന്നെ ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറ. മൈസൂർ 3-4 ദിവസം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പെറുവിർത്തുകൊണ്ടാണ് രേവതി പോകുന്നത്. പിന്നെ ഒരു സംശയം വരികയാണ്, പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സച്ചിയുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരികയാണ്. നീ ഇത് കൊളാക്കുമെന്ന് തോന്നുമല്ലോ, വേറെ ആരെയും കൂട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, അതെങ്ങനാ ഭാര്യ എന്ന് പറഞ്ഞ് വേറെ ആളെ കൂട്ടിയിട്ട് വരും? ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ, ദാ ഈ താലി നോക്ക്. എൻ്റെ പൊന്ന് രേവതി, നീ ആ കാശ് കൊണ്ടുപോയി അയാൾക്ക് കൊടുക്ക്. ഒരു പതർച്ചയില്ലാതെ ഞാൻ ഈ കാശ് കൊണ്ടുപോയി അയാൾക്ക് കൊടുത്തിട്ട് വരും, നിങ്ങൾ കണ്ടോ? രേവതി വെല്ലുവിളിക്കുകയാണ്. സച്ചിയെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് ജയിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള വാശിയിൽ രേവതി പോവുകയാണ്. അപ്പോൾ സച്ചി പേടിയോടുകൂടി നിൽക്കുന്നുണ്ട്. അപ്പം രേവതി വേഗം ഓടി അയാളുടെ അടുത്തെത്തിയിട്ട് ക്ഷേനപ്രദർശനം ചെയ്യുന്ന അയാളോട് പറയാണ്, സർ നമസ്കാരം സർ. ആരാ ഇത്? ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദമാണല്ലോ. അയാൾ ശയനപ്രദർശനത്തിനിടയിൽ തന്നെ ചോദിക്കുകയാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, ഞാൻ സച്ചിയുടെ ഭാര്യയാണ്. ഏത് സച്ചി? ഡ്രൈവർ സച്ചിയോ? അപ്പോഴേക്കും അയാൾ ശയനപ്രദർശനം നിർത്തിയിട്ട് എഴുന്നേറ്റിട്ട് രേവതിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ രേവതി പറയാണ്, ഞാൻ കാറിൻ്റെ വാടക കാശ് തരാൻ വേണ്ടി വന്നതാ, കുറച്ച് കുറവുണ്ട്, അതൊരു 3-4 ദിവസം കൊണ്ട് തരാം. അതെന്താ നീ കാശുമായിട്ട് വന്നേ? സച്ചി എവിടെ? അദ്ദേഹം മൈസൂര് പോയതാ, ട്രിപ്പേ. രേവതി പറഞ്ഞപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ശരി കാശ് വാങ്ങിച്ചോ. അയാൾ തൻ്റെ അനുചരനോട് പറയാണ്. അയാൾ കാശ് വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് ശരിക്കും സമാധാനമായി. ആശ്വാസമായി. പക്ഷേ പൊട്ടനായ സച്ചി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും ശയനപ്രദർശനം നടത്താൻ പോകുമ്പോൾ സച്ചിയെ കാണുകയാണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ നോക്കുന്നിടത്ത് നിന്ന് കാണുന്ന ദൂരാണോ മൈസൂരിനുള്ളൂ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? രേവതി ചോദിക്കുകയാണ്. ദാ മൈസൂർ പോയവൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ രേവതി നോക്കുമ്പോൾ സച്ചി അവിടെ നിൽക്കുകയാണ്. ഡാ സച്ചി, നീ ഇങ്ങ് വന്നേ. അയാൾ വിളിച്ചപ്പോഴേക്കും സച്ചി പതറിക്കൊണ്ട് പേടിയോടുകൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. ആദ്യം ഓടാൻ ശ്രമിക്കുകയാണെങ്കിലും അയാൾ കനപ്പിച്ച് വിളിച്ചപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിന്നെ ഞാൻ കണ്ടു, ഇങ്ങോട്ട് വാടാ. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ പല്ലെറിഞ്ഞ് നോക്കിക്കൊണ്ട് വരികയാണ്. രേവതിയാണെങ്കിൽ പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിലും. നമസ്കാരം സാർ, സച്ചി വന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി. അപ്പോൾ സച്ചി ശബ്ദം താഴ്ത്തി രേവതിയോട് പറയാണ്, നീ ഞാൻ നിൽക്കുന്നിടത്തേക്ക് നോക്കിയല്ലേ, അതല്ലേ സാറ് കണ്ടത്? അപ്പോൾ രേവതിയും പെറുവിറുക്കുന്നുണ്ട്, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വന്ന് നിന്നാൽ ഞാനെന്ത് ചെയ്യാനാ? നിന്നെ കൂടെ കൂട്ടിയത്
അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ആ നിർത്ത്, നിങ്ങളുടെ വഴക്കൊക്കെ അങ്ങ് വീട്ടിൽ മതി. നീ എന്താ മുഴുവൻ കാശും തരാത്തത്? കള്ളം പറഞ്ഞ് ഭാര്യയുടെ കൈ കൊടുത്തു വിട്ടത് എന്തിനാ? അപ്പോഴേക്കും സച്ചി അവിടെ അയാളുടെ അടുത്ത് അരികെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, സാറേ അത് പിന്നെ ഓട്ടം കുറവാ, ആകെ കയ്യിലുണ്ടായിരുന്ന കാശിതാ. ഇവളാവുമ്പോൾ സാർ മതി മതി, എനിക്ക് മനസ്സിലായി. അയാളും പറയുന്നുണ്ട്, ബാക്കി കാശ് എപ്പോൾ തരും? കറക്റ്റ് തീയതി പറയണം. അത് പിന്നെ ഞാൻ വെപ്രാളത്തോടെ നടക്കുകയാണ് ചന്ദ്രയും ഭാമയും. പെട്ടെന്നാണ് ചന്ദ്രയുടെ കണ്ണിൽ ആ കാഴ്ച കണ്ടത്. സച്ചി നിരത്തിയിരുന്നിട്ട് അയാളുമായിട്ട് സംസാരിക്കുന്നു. രേവതി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അയ്യോ, ഇവരെപ്പോൾ വന്നു? അവർ ഭാമയോട് ചോദിക്കുകയാണ്. ഫിനാൻഷ്യറും സച്ചിയും തമ്മിൽ എന്താ സംസാരിക്കുന്നേ? ഞാൻ ആധാരം പണയപ്പെടുത്തിയതിനെ കുറിച്ചായിരിക്കോ? അത് തന്നെയാ അവർ സംസാരിക്കുന്നത്. അതായിരിക്കില്ല ചന്ദ്രയെ, ഭാമ വീണ്ടും സമാധാനിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ്, ഞാൻ ആധാരം പണയപ്പെടുത്തിയ കാര്യം അയാൾ സച്ചിയോട് പറഞ്ഞു. ഇന്നവൻ വീടിന് തീ വെക്കും, എന്നെ അതിൽ തള്ളിയിടും. ഓരോന്ന് വിളിച്ച് പറയല്ലേ ചന്ദ്രേ, നീ ആയിട്ട് അവരെ അറിയിക്കാതിരുന്നാൽ മതി. ഭാമ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇവിടുന്ന് പോകുന്നത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയും പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അയാളോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ ഓഫീസിൽ വന്ന് കണ്ടോളാം, പറഞ്ഞ ഡേറ്റിന് വരണം. അയാളും പറയുന്നുണ്ട്, ഉറപ്പാ വരും, തീർച്ചയായിട്ടും വരും. അങ്ങനെ സച്ചിൻ രേവതി അവിടുന്ന് പോവാണ്. അതേസമയം ചന്ദ്ര പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പനി വരും, എനിക്കിന്ന് പനി വരും, അത്രമാത്രം പേടിച്ചിട്ടുണ്ട് ഞാൻ. ആധാരം പണയപ്പെടുത്തിയതെങ്ങാൻ രവിയേട്ടൻ അറിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ എന്നെ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി ഓഫീസിലേക്ക് ചെല്ലാനല്ലേ ഫിനാൻഷ്യർ പറഞ്ഞേ. പലിശ കൊടുത്തില്ലെങ്കിൽ വീട്ടിലേക്ക് വരുമെന്നും പറഞ്ഞു. എന്തു ചെയ്യും ബാമേ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സച്ചിയും ഫിനാൻഷ്യറും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ ആധാരം പണയപ്പെടുത്തിയതിനെ കുറിച്ചായിരിക്കുമോ അയാൾ സച്ചിയോട് പറഞ്ഞത്? അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട്, സച്ചി നിന്റെ മകനാണെന്ന് അയാൾക്കറിയോ? അറിയായിരിക്കും. ആധാരം പണയപ്പെടുത്തിയ കാര്യം സച്ചി എങ്ങാനും അറിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഏയ്, അവൻ അറിഞ്ഞു കാണില്ല. അവർ തമ്മിൽ എന്തെങ്കിലും പരിചയം കാണും. ഇപ്പം ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു, അത്രേ ഉണ്ടാവുള്ളൂ. നീ ആധാരം പണയപ്പെടുത്തിയെക്കുറിച്ചായിരിക്കില്ല അവർ സംസാരിച്ചത്. അല്ലെങ്കിൽ അവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാട് കാണും. അവൻ കടം വാങ്ങിയ കാശ് കൊടുക്കാൻ വന്നതായിക്കൂടെ? അപ്പോഴും ചന്ദ്ര പറയുന്നുണ്ട്, ഏയ് എനിക്ക് സംശയമുണ്ട് ബാമേ. സച്ചി എല്ലാം അറിഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ കൂടെ വീട്ടിലോട്ടൊന്ന് വരണം. ആ പൂകെട്ടുന്നവളോട് തന്ത്രപൂർവ്വം സംസാരിച്ച് സച്ചി എല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. ബാമ സമ്മതിക്കുകയാണ്. അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വന്ന് ചന്ദ്രേനെ വിളിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ചന്ദ്രൻ ഞെട്ടുകയാണ്. നിങ്ങൾ എന്തിനിങ്ങനെ ഒച്ചയെടുത്ത് വിളിക്കുന്നത്? വെറുതെ ആളെ പേടിപ്പിക്കുക. പതിയെ വിളിച്ചാൽ പോരെ? അപ്പോൾ രവി പറയുന്നുണ്ട്, ആ ഞാൻ പതിയല്ലേ വിളിച്ചേ, നിനക്കിതെന്താ പറ്റിയേ? വേർക്കുന്നുണ്ടല്ലോ. ക്ഷേത്രത്തിൽ വെച്ചേ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു തെളിച്ചുണ്ടാവും, പക്ഷെ നിന്റെ മുഖത്ത് ഞാനത് കാണുന്നില്ല. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ മുമ്പിൽപ്പെട്ട ആളെപ്പോലെയാ നീ. എന്താ ഒരു ഭയമുള്ളത്? എങ്കിൽ ആ ബസ് ഓടിച്ചു കൊണ്ടുവന്ന് എൻ്റെ മേലെ ഇങ്ങടിക്ക്. എപ്പോൾ നോക്കിയാലും ഒരു ബസ്. ചന്ദ്ര അയാളെ പരിഹസിക്കുകയാണ്. എനിക്കെന്തിനാ ഭയം? 2 ദിവസം കല്യാണം നടത്താനായിട്ട് ഓടി നടന്നില്ലേ, അതിൻ്റെ ക്ഷീണം ഉണ്ടാവും മുഖത്ത്. അപ്പോൾ രവി തമാശയാക്കുന്നുണ്ട്. അതിന് കല്യാണം നടത്താൻ വേണ്ടി ഓടി നടന്നത് നീയല്ലല്ലോ, രേവതിയല്ലേ. നീ അതെടുക്ക് ഇതെടുക്ക് എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, എന്നിട്ട് ക്ഷീണോ? അല്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ നിനക്ക്. അപ്പോൾ ചന്ദ്ര വേഗം പറയുന്നുണ്ട്, അല്ല എനിക്കൊരു പ്രശ്നവുമില്ല, നീ വന്നേ ബാമേ എന്ന് പറഞ്ഞുകൊണ്ട് ബാമയെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. രവിക്ക് പക്ഷെ നല്ല സംശയം ഉണ്ടായിരുന്നു. അതേസമയം ശ്രുതിയും കൂടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പുറത്ത് നിന്നിട്ട് ഓരോ റൊമാൻറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവർക്ക് അരികിലേക്ക് വന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് കാറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കാറൊക്കെ ബുക്ക് ചെയ്തു അമ്മേ, ഇപ്പം എത്തും. അമ്മേ, ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ശ്രുതി ചോദിക്കുകയാണ്. അപ്പോൾ ബാമയാണ് പറയുന്നത്, ദൈവത്തോട് പറയേണ്ടത് പറഞ്ഞു തീരണ്ടേ അല്ലേ ചന്ദ്രേ? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ നമുക്ക് അങ്ങോട്ടേക്ക് നിൽക്കാം, വാ. അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ അടുക്ക് തന്നെ ചന്ദ്ര ദേഷ്യത്തോടെ ബാമയെ നോക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് പോയപ്പോൾ പിന്നാലെ തന്നെ രവി അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും ചന്ദ്രയ്ക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുള്ളത് രവിക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം മഹേഷിൻ്റെ അരികിലാണ് സച്ചി ഉള്ളത്. അപ്പോൾ സച്ചിനോട് മഹേഷ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ നീയും കാറിൻ്റെ അടവ് കിട്ടാൻ വേണ്ടിയിട്ട് ഫിനാൻസറുടെ അരികിലേക്ക് പോയി തുടങ്ങിയല്ലേ? വേറെ എന്താടാ വേണ്ടത്? കാറിന് കൊടുക്കാനുള്ള മുഴുവൻ പൈസ കയ്യിലില്ല, പിന്നെ ഇതൊക്കെ വഴിയുള്ളൂ. ആകെ നാണം കെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴാണെങ്കിൽ കാറിന് ഓട്ടവും ഇല്ല, എല്ലാവർക്കും സ്വന്തമായിട്ട് കാറുകളുണ്ട്. അടവിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാറ് കിട്ടും. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെയുള്ള പ്രൈവറ്റ് കാറുകൾ വിളിക്കുന്നുമില്ല. ആകെ ഫുൾ കടത്തിലാണ് കിടക്കുന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ ഓരോ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സങ്കടത്തോടെ. അപ്പോഴേക്കും പെട്ടെന്ന് മഹേഷിൻ്റെ കണ്ണിൽ 2 യാത്രക്കാരെ പെടുകയാണ്. സ്കൂട്ടറിൽ വന്നിട്ട് അവരുടെ സ്കൂട്ടർ അവിടെ കേടായിട്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അവർ. അപ്പോഴാണ് പെട്ടെന്ന് മഹേഷ് സച്ചിയെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഡാ, അവർ ആര്? സച്ചി ചോദിക്കുന്നുണ്ട്. നിൻ്റെ കാറിൽ കഞ്ചാവ് കയറ്റി വെച്ചവർ. പെട്ടെന്ന് സച്ചി അങ്ങോട്ട് ദേഷ്യം കൊണ്ട് സടകുടഞ്ഞ് എഴുന്നേറ്റാണ്. ഡാ, സച്ചി ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും സച്ചിയെ കണ്ടതും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.